തഞ്ചാവൂർ റെയിൽവേ സ്റ്റേഷൻ. എന്റെ പൊന്നെ, എന്ത് ചൂടത്! നമ്മുടെ അവിടുത്തെ ചൂടൊന്നും ചൂടല്ല കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോൾ ബൃഹദേശ്വര ടെമ്പിളിന്റെ ഡേ വ്യൂ ആണ് നമ്മൾ കണ്ടത്. ഇന്നിപ്പോൾ നമ്മൾ പോകുന്നത് നൈറ്റ് വ്യൂ കാണാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ഒരു 9 മാസം മുമ്പ് തഞ്ചാവൂർ പോയിട്ടുണ്ടായിരുന്നു. ഇന്ന് നമ്മൾ വീണ്ടും തഞ്ചാവൂർക്ക് പോവാണ്. പക്ഷെ നമ്മുടെ ഈ ട്രിപ്പ് തഞ്ചാവൂരിലേക്ക് മാത്രം ഒതുങ്ങുന്നതല്ല. അവിടെ നിന്ന് നമ്മൾ കുറച്ച് സ്ഥലങ്ങളിലേക്ക് പ്ലാൻ ചെയ്യുന്നുണ്ട്. നടക്കുമോന്നറിയില്ല, കാരണം നമ്മൾ സ്റ്റാർട്ടിങ്ങേ പാളിപ്പിടി. ഇന്ന് ജൂലൈ 9 ആണ്, വ്യാഴാഴ്ചയാണ്. ഞാൻ ആക്ച്വലി ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ ഉദ്ദേശിച്ചത് ജൂലൈ 10 ഫ്രൈഡേ ആണ്. പക്ഷേ അബദ്ധവശാൽ ജൂലൈ 9 തേഴ്സ്ഡേ ആണ് ടിക്കറ്റ് ബുക്കായത്. ബുക്കായി കഴിഞ്ഞ് കുറേ നേരത്തിന് ശേഷമാണ് അറിഞ്ഞത്, ഓ ഇന്നത്തേക്കാണ് ബുക്കായത്, നാളത്തേക്കല്ല, തൽക്കാലമാണ് ഞാൻ ബുക്ക് ചെയ്തത്. അപ്പോൾ ഇന്നത്തേക്കാണ് ബുക്കായെന്ന് കുറേ കഴിഞ്ഞാണ് അറിഞ്ഞത്. അപ്പം പെട്ടെന്ന് എല്ലാം പ്ലാൻ ചെയ്യുമായിരുന്നു. ഞാൻ ഒരു ദിവസം കൂടെ ഉണ്ടല്ലോ പ്ലാൻ ചെയ്യാമല്ലോ എന്നുള്ളൊരു മൂഡിൽ ഇരിക്കുകയായിരുന്നു. പക്ഷെ അത് പാളിപ്പോയി. അപ്പം യാതൊരു പ്ലാനിങ്ങും ഇല്ലാത്തൊരു പോക്കാണ്. പക്ഷെ ഒരു ഐഡിയ ഉണ്ട് എങ്ങോട്ടൊക്കെയാണ് പോകേണ്ടത് എന്നൊരു ഐഡിയ ഉണ്ട്. പക്ഷെ എവിടെ ചെന്നിട്ട് എങ്ങനെ പോകണം എന്ന് നമ്മൾ നോർമലി പ്ലാൻ ചെയ്യുമല്ലോ, ആ പ്ലാൻ ഞാൻ ചെയ്തിട്ടില്ല. അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് എറണാകുളം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ പ്ലാറ്റ്ഫോം നമ്പർ 4ലാണ്. നമ്മുടെ ട്രെയിനിൻ്റെ വന്ന് കിടപ്പുണ്ട്. കാരക്കൽ എക്സ്പ്രസ്സിലാണ് നമ്മൾ പോകുന്നത് കേട്ടോ. ആസ് യു ഗൈസ് നോ, എൻ്റെ ഫേവറേറ്റ് സീറ്റായ സൈഡ് ലോവർ കിട്ടിയില്ല. ബട്ട് ലോവർ സീറ്റ് കിട്ടിയിട്ടുണ്ട്. എന്തായാലും നമുക്ക് ട്രെയിനിൽ കയറാം. കയറുമ്പോൾ തന്നെ ഇതാണ് നമ്മുടെ ട്രെയിനിൻ്റെ അവസ്ഥ. അത്യാവശ്യം ക്ലീൻ ആണ്, കുഴപ്പമില്ല. ഇപ്പോൾ വാഷ്റൂം നോക്കുകയാണെങ്കിൽ നല്ല ക്ലീൻ ആയിട്ട്. എൻ്റെ കോച്ച് നമ്പർ S2 ആണ്. അത്യാവശ്യം നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഒരു കോച്ചാണ്. സീറ്റ് നമ്പർ വരുന്നത് 11 ആണ്. ലോവർ ബർത്ത് ആണ്. സൈഡ് ലോവറിൽ ഞാനിപ്പോൾ ഇരിക്കുന്നുണ്ട്. ആരെങ്കിലും വന്ന് മാറി തന്നാൽ നമുക്ക് സൈഡ് ലോവറിൽ ഇരിക്കാം. ഇല്ലെങ്കിൽ നമുക്ക് ലോവർ ബർത്ത് ആണെങ്കിൽ കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്യാം, നമുക്ക് വീഡിയോ എടുക്കാമല്ലോ എന്ന് ഞാൻ വിചാരിക്കുന്നു. പിന്നെ നമ്മുടെ നൈറ്റ് ട്രാവലാണ് വരുന്നത്. ഇപ്പം കാരക്കൽ എക്സ്പ്രസ് എറണാകുളം ജംഗ്ഷനിൽ നിന്ന് രാത്രി 10:25 ഡെയിലി റണ്ണിങ് ആയിട്ടുള്ള ഒരു ട്രെയിനാണ്. നാളെ രാവിലെ ഒരു 9 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മൾ തഞ്ചാവൂർ എത്തും. തഞ്ചാവൂർ എത്തിക്കഴിഞ്ഞിട്ട് ഞാൻ ആക്ച്വലി പ്ലാൻ ചെയ്തിട്ടില്ല അവിടെ സ്റ്റേ ചെയ്യണം, അതോ ഞാൻ നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ പ്ലാൻ ചെയ്യുന്ന അങ്ങോട്ട് പോകണോ, അവിടെ സ്റ്റേ ചെയ്തിട്ട് തിരിച്ചു വരണോ, ഇതൊന്നും പ്ലാൻഡ് അല്ല. നമുക്ക് എന്തായാലും പോയി നോക്കാം. എറണാകുളം ജംഗ്ഷനിൽ നിന്ന് തഞ്ചാവൂർ വരെ പോകാൻ ഒരാൾക്ക് തത്കാൽ സ്ലീപ്പർ ടിക്കറ്റ് ചാർജ് വരുന്നത് 416 രൂപയാണ്. ഇപ്പോൾ സമയം 10:27 ആയിട്ടുണ്ട്. നമ്മുടെ ട്രെയിൻ ഓൾറെഡി ഇപ്പോൾ 2 മിനിറ്റ് ലേറ്റ് ആണ്. 10:25 നമുക്ക് എറണാകുളം ജംഗ്ഷനിൽ നിന്ന് ട്രെയിൻ എടുക്കേണ്ട ടൈം. ഇപ്പോൾ 10:27 ആയി, ഇതുവരെ എടുത്തിട്ടില്ല. പറ്റിയെന്നറിയില്ല. ഇപ്പോൾ എടുക്കുമായിരിക്കും വിചാരിക്കുന്നു. ഒരു 10:30 ആകുമ്പോൾ എടുക്കുമായിരിക്കും. കാരക്കൽ എക്സ്പ്രസ്സിന് കണ്ടിടത്ത് എല്ലാ സ്റ്റോപ്പുണ്ട്. എല്ലാ ചെറിയ സ്റ്റേഷൻസിലും എല്ലാ വലിയ സ്റ്റേഷൻസിലും സ്റ്റോപ്പുണ്ട്. എറണാകുളം ജംഗ്ഷൻ, എറണാകുളം ടൗൺ, എടപ്പള്ളി, ആലുവ എല്ലായിടത്തും സ്റ്റോപ്പുണ്ട്. പക്ഷെ തൃശ്ശൂരിന് ശേഷം സ്റ്റോപ്സ് കുറയുന്നുണ്ട്. ഒറ്റപ്പാലം, പാലക്കാട് അങ്ങനെയായിട്ട് മാറുന്നുണ്ട്. നമ്മൾ കോയമ്പത്തൂർ റൂട്ടിലാണ് പോകുന്നത്. കോയമ്പത്തൂർ ഈരോട് വഴി കൊടുമുടി വഴിയാണ് പോകുന്നത്. അങ്ങനെ നമ്മുടെ ട്രെയിനിന്റെ ഹോണടി കേട്ടിട്ടുണ്ട്. ഇപ്പം എടുക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. വണ്ടി എടുത്ത് 10:32 ആയപ്പോഴാണ് നമ്മുടെ വണ്ടി എറണാകുളം ജംഗ്ഷനിൽ എടുത്തേക്കുന്നത്. ഇതേ അപ്പം ടാറ്റാ, നമുക്ക് സൺഡേ തിരിച്ചു വരാം. എറണാകുളം ജംഗ്ഷൻ വിട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഫസ്റ്റ് സ്റ്റോപ്പ് വരുന്നത് എറണാകുളം തന്നെയാണ്, എറണാകുളം ടൗൺ. അപ്പോൾ നൈറ്റ് നമ്മൾ ഇനിയിപ്പോൾ കിടക്കാൻ പോവാണ്. ഫുഡൊന്നും കഴിക്കണില്ല, കാരണം എന്തൊക്കെയോ കണ്ടകണച്ചാണ് കഴിച്ചത്. മര്യാദക്കുള്ള ഫുഡൊന്നും അല്ല കഴിച്ചത്, എന്തൊക്കെയോ കണ്ടകണച്ചാണ് കഴിച്ചിട്ടാണ് ഇപ്പോൾ ട്രെയിനിലിരിക്കുന്നത്. ഇനിയിപ്പോൾ നാളെ രാവിലത്തേക്ക് നമുക്ക് നോക്കാം. അങ്ങനെ നമ്മുടെ ഫസ്റ്റ് ഹോൾട്ടായ എറണാകുളം ടൗൺ റെയിൽവേ സ്റ്റേഷനിലേക്ക് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുന്നു. എത്തിക്കൊണ്ടിരിക്കുന്നു. നമ്മളങ്ങനെ എറണാകുളം ടൗൺ റെയിൽവേ സ്റ്റേഷനിലെത്തി. നമ്മുടെ ഫസ്റ്റ് ഹോൾട്ടാണ്. ഇപ്പം ഇവിടെ ലൈറ്റൊക്കെ ഓഫ് ചെയ്ത് ഇവിടെ ഒരു അങ്കിൾ ഉണ്ടായിരുന്നു, ആൾ കിടന്ന് തുടങ്ങി. അപ്പം നമുക്ക് കിടന്നിറങ്ങാം. എനിക്ക് നന്നായിട്ട് ഉറക്കം വരുന്നുണ്ട്, എന്താണെന്ന് അറിയില്ല. അപ്പം ഇനിയിപ്പം നാളെ രാവിലെ കാണാം. ബൈ, ഗുഡ് നൈറ്റ്, ഗുഡ് മോർണിംഗ്. ഇപ്പോൾ നമ്മുടെ ട്രെയിനിൽ 20 മിനിറ്റ് ടൈമിലൂടെ കൂടിയാണ് ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. കാരൂർ ജംഗ്ഷൻ കഴിഞ്ഞു. കാരൂർ ജംഗ്ഷന് ശേഷം വരുന്നത് കുലുറ്റലൈ എന്ന് പറയുന്നൊരു സ്ഥലമാണ്. പിന്നെ തിരുച്ചിറപ്പള്ളി കഴിഞ്ഞ് ഒരു സ്റ്റേഷൻ കൂടെ കഴിഞ്ഞാൽ തഞ്ചാവൂരാണ്. നമ്മൾ ഇപ്പോൾ 20 മിനിറ്റ് ലേറ്റ് ആണ്. ഞാൻ രാവിലെ ജസ്റ്റ് ഒന്ന് എണ്ണീറ്റായിരുന്നു. അപ്പോൾ നമ്മുടെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, കോയമ്പത്തൂർ കഴിഞ്ഞുള്ള ഒരു സ്റ്റേഷൻ ഏതായിരുന്നു, കൊടുമുടി, അവിടെ ആയിട്ട് സ്റ്റേഷൻ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല.
രാവിലെ തന്നെ നല്ല ഒന്നാമതിനും വിറ്റമിൻ ഡി നമുക്ക് കിട്ടുന്നുണ്ട്. സൂര്യേട്ടൻ അങ്ങനെ നമ്മൾ നെക്സ്റ്റ് സ്റ്റോപ്പ് വന്നിട്ടുണ്ട് കുളിത്തലൈ. കുളിത്തലൈ എന്ന് പറയുന്ന സ്റ്റേഷനാണ് വന്നിരിക്കുന്നത്. പ്രൊണൗൺസിയേഷൻ കറക്റ്റാണെന്ന് അറിയില്ല. ഇതുണ്ടോ വേപ്പിന്റെ മരം. ഇവിടെ നമുക്ക് ജസ്റ്റ് 1 minute ഹോൾട്ടാണ് ഉള്ളത്. നമ്മുടെ ട്രെയിൻ ഓൾറെഡി എടുത്തിട്ടുണ്ട്. നല്ല വൃത്തിയുള്ള സ്റ്റേഷനല്ല, ഭയങ്കര നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഒരു സ്റ്റേഷൻ. എനിക്ക് ഈ സൈഡിലുള്ള സ്റ്റേഷൻ ഭയങ്കര ഇഷ്ടമാണ്. ഭയങ്കര നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. അയ്യോ, നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കണ്ടല്ലോ തഞ്ചാവൂർ റെയിൽവേ സ്റ്റേഷൻ എന്ത് ഭംഗിയാണെന്ന്. ഭയങ്കര സ്പീഡിലാണ് അവിടെ ട്രെയിൻ പോകുന്നത്. ഭയങ്കര ട്രെയിൻ പോകുന്നത്. ഒരു 5 മിനിറ്റ് ആയിട്ട് നമ്മളെ ഏതോ ഒരു ചെറിയ സ്റ്റേഷനിൽ പിടിച്ചിട്ടേക്കാണ്. അവിടെ എന്തോ പണി നടക്കണം. പക്ഷെ മരം നിൽക്കുന്നുണ്ടോ, ഇങ്ങനെ നിൽക്കുന്നുണ്ടോ? നല്ല രസമില്ലേ? ഒരേപോലെ ഇപ്പം എടുക്കുമായിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. ഞാൻ അപ്പോഴത്തേക്കൊന്ന് റൂം ബുക്ക് ചെയ്യാൻ നോക്കട്ടെ. അപ്പോൾ പ്ലാൻ ഒന്ന് ചേഞ്ച് ആയിട്ടുണ്ട്. 1 ഡേ നമുക്ക് തഞ്ചാവൂരും 2nd ഡേ കുംഭകോണം ആക്കാന്ന് വെച്ചു. ഓക്കെ, ഞാൻ കുംഭകോണമാണ് പോകുന്നത്. പിന്നെ ചിദംബരം പ്ലാനിലുണ്ടായിരുന്നു. അപ്പോൾ ചിദംബരവും തിരുച്ചിറപ്പള്ളി ഞാൻ തൽക്കാലം പോകുന്നില്ല എന്ന് വെച്ചു. സോ നമ്മൾ ഫസ്റ്റ് തഞ്ചാവൂർ പോയി അവിടെ സ്റ്റേ ചെയ്തിട്ട് നെക്സ്റ്റ് ഡേ കുംഭകോണത്തിലേക്ക് പോകാം എന്നൊരു പ്ലാനിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. മാറുമോന്നറിയില്ല. വന്ദേ ഭാരത് പോകുന്നുണ്ട്. വന്ദേ ഭാരത് പോകാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ പിടിച്ചിരിക്കുന്നത്. വന്ദേ ഭാരത് പോയാൽ ഉടനെ നമ്മളിപ്പോൾ ഇവിടെ എടുക്കുമെന്ന് തോന്നുന്നു. എനിക്ക് റൂംസ് കിട്ടുന്നില്ല. എല്ലാം ഭയങ്കര ചാർജ്. 2000, 2500, 1800, ഒരു 1500 വരെ നോക്കാം. ഇതാണ് നമ്മൾ ചെറിയൊരു സ്റ്റേഷനിൽ നിന്ന് എളമന്നൂർ. നിങ്ങൾ എപ്പോഴും ട്രെയിൻ ട്രാവൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണ്, ട്രെയിൻ ട്രാവൽ ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ പല കാരണങ്ങൾ കൊണ്ട് പഠിക്കുന്നവരാണെങ്കിൽ പ്ലീസ് അവിടെ മാറ്റും ആൻഡ് ഗോ ഫോർ എ നൈസ് ട്രിപ്പ്. ലൈക്ക് ഗോ ഫോർ എ ഗോവ ഓർ വാസ്കോ ഓർ കൊങ്കൺ റെയിൽവേ ട്രിപ്പ് പോകും. നിങ്ങളെ മടിയൊക്കെ മാറും. നിങ്ങൾക്ക് ഈ കാഴ്ചകൾ കണ്ടുപോകാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ കൊങ്കൺ റെയിൽവേ റൂട്ട് അല്ലെങ്കിൽ അങ്ങനത്തെ ട്രിപ്പ് പിടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ലവ് ട്രെയിൻ ട്രാവൽ. മാക്സിമം 3rd AC മാത്രമേ പിടിക്കാവൂ. നോർമലി 3rd AC അല്ലാണ്ട് നമുക്ക് സ്ലീപ്പർ പിടിച്ചാലാണ് അതിൻ്റെ ഭംഗി കിട്ടൂ. ബട്ട് ഹൈജീൻ്റെ ഒക്കെ പ്രശ്നങ്ങളുണ്ട്. കൂടിപ്പോയാൽ 3rd AC, അതിനപ്പുറം പോകരുത്. നിങ്ങളുടെ ആ ഒരു വൈബ് പോവും. ട്രാവൽ ചെയ്യുന്ന നമുക്ക് കൂടെ ഉള്ളവരുമായിട്ട് മിങ്കിൾ ചെയ്ത് ഒക്കെ ട്രാവൽ ചെയ്യാൻ പറ്റിയ ഒരു ലോങ് ട്രാവൽ പോയി കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും പറയും. നമ്മൾ തിരുച്ചിറപ്പള്ളി ഫോർട്ടിലെത്തിയേക്കാണ്. ഇതാണ് നമ്മുടെ തിരുച്ചിറപ്പള്ളി റെയിൽവേ സ്റ്റേഷൻ. ഓക്കെ, ഇവിടെ അത്യാവശ്യം ക്ലീനാക്കിയിട്ടല്ലേ. തിരുച്ചിറപ്പള്ളി ഫോർട്ടിന് ശേഷം തിരുച്ചിറപ്പള്ളി ജംഗ്ഷനാണ്. അത് അത്യാവശ്യം വലിയ സ്റ്റേഷനാണ്. ഇതും ഒരു 2-3 പ്ലാറ്റ്ഫോം കാണുന്നുണ്ട്. പക്ഷെ ഇതിലേക്ക് വലുതാണ് തിരുച്ചിറപ്പള്ളി ജംഗ്ഷൻ. അങ്ങനെ 2 മിനിറ്റിന്റെ ഹോൾട്ടിന് ശേഷം തിരുച്ചിറപ്പള്ളി ഫോർട്ടിൽ നമ്മുടെ ട്രെയിൻ എടുത്തേക്കാണ്. നല്ല വെയിലുണ്ട് ഇവിടെ. ഫസ്റ്റ് സ്റ്റോപ്പ് തിരുച്ചിറപ്പള്ളി ജംഗ്ഷൻ. അത് കഴിഞ്ഞ് വേറൊരു സ്റ്റോപ്പുകളുണ്ട്. അത് കഴിഞ്ഞ് തഞ്ചാവൂർ. ഇതൊരു റൂം സെറ്റ് ആയിട്ടില്ല. സോ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോൾ ബൃഹടേശ്വര ടെമ്പിളിന്റെ ഡേ വ്യൂ ആണ് നമ്മൾ കണ്ടത്. അതിന്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാവേ. അത് അത്യാവശ്യം അടിപൊളിയായിരുന്നു. പക്ഷെ ഭയങ്കര ചൂടുമായിരുന്നു. ഇന്നിപ്പോൾ നമ്മൾ പോകുന്നത് നൈറ്റ് വ്യൂ കാണാൻ വേണ്ടിയിട്ടാണ്. ആക്ച്വലി അവിടുത്തെ ഉത്സവ ടൈമിൽ പോയിട്ട് നൈറ്റ് വ്യൂ കാണണം എന്നാണ് പറയുന്നത്. പക്ഷെ നമുക്ക് ഇപ്പോൾ ഒരു സമയം കിട്ടിയത് കൊണ്ട് നമ്മളിപ്പോൾ ഇന്ന് പോയി അവിടുത്തെ നൈറ്റ് വ്യൂ കാണുന്നു. ദെൻ നാളെ നോക്കാം.
എനിക്കിതുപോലെ കുറേ മരങ്ങൾ എൻ്റെ വീട്ടിൽ കൊണ്ടുവെക്കണം എന്നുണ്ട്. പക്ഷേ അവിടെ എനിക്കൊരു വില്ലനുണ്ട്. വേറെ ആരുമല്ല, എൻ്റെ സ്വന്തം അപ്പൻ. എൻ്റെ റംബൂട്ടാൻ വെട്ടിക്കളഞ്ഞു, എൻ്റെ പേരമരം വെട്ടിക്കളഞ്ഞു, എൻ്റെ നമ്മുടെ പറങ്ങാമരം ഉണ്ടായിരുന്നു, പറങ്കി മരം വെട്ടിക്കളഞ്ഞു, ആഞ്ഞിൽ ചക്ക കിട്ടുന്ന മരം ഉണ്ടായിരുന്നു, അത് വെട്ടിക്കളഞ്ഞു. ഈ വെട്ടിക്കളയുന്നതുകൊണ്ട് എൻ്റെ അവിടേക്ക് കിട്ടുന്ന സുഖം എന്താണെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല കേട്ടോ. തിരുച്ചിറപ്പള്ളി ജംഗ്ഷൻ എത്തി. അത്യാവശ്യം ഒരു 6-7 പ്ലാറ്റ്ഫോം ഉള്ളൊരു സ്റ്റേഷനാണ് ഇത്. അപ്പുറത്തെ സൈഡിലാണ് നമ്മുടെ പ്ലാറ്റ്ഫോം. നമുക്കിവിടെ 10 മിനിറ്റ്, നമുക്ക് തിരുച്ചിറപ്പള്ളിയിൽ 10 മിനിറ്റ് ഹോൾട്ട് ഉണ്ട്, വെള്ളമൊക്കെ നിറയ്ക്കാനുണ്ട്. അപ്പോൾ വെള്ളമൊക്കെ നിറച്ചിട്ട് വേണം പോകാനായിട്ട്. എൻജിൻ ചേഞ്ച് ചെയ്യുമോ എന്ന് എനിക്ക് ഡൗട്ട് ഉണ്ട്. ഈ റൂട്ടിൻ്റെ ഏറ്റവും വലിയൊരു നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ജംഗ്ഷൻ അല്ലെങ്കിൽ നല്ലൊരു സ്റ്റേഷൻ വരുന്നത് തിരുച്ചിറപ്പള്ളിയാണ്. നമുക്കപ്പോൾ എന്തെങ്കിലും ഫുഡ് ഓർഡർ ചെയ്യുകയൊക്കെ ചെയ്യണമെങ്കിലും അല്ല, നമുക്ക് സ്റ്റേഷനിൽ നിന്ന് ഫുഡ് വാങ്ങണമെങ്കിൽ പോലും തിരുച്ചിറപ്പള്ളിയിലേ കിട്ടുള്ളൂ. അപ്പം നമ്മൾ 6 മണിക്ക് തഞ്ചാവൂരിൽ നിന്ന് കയറുകയെന്ന് വെച്ചോ, 8 മണിയാകുമ്പോഴാണ് തിരുച്ചിറപ്പള്ളിയിൽ എത്തുന്നത്. അപ്പോൾ 8 മണി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഫുഡ് കിട്ടില്ല നൈറ്റ്. അതേപോലെ തന്നെ രാവിലെ നമുക്ക് ഓർഡർ ചെയ്യണമെങ്കിൽ പോലും നമുക്ക് തിരുച്ചിറപ്പള്ളി ഓപ്ഷനുള്ളൂ. അതും ലിമിറ്റഡ് ഓപ്ഷൻസ് മാത്രമേ തിരുച്ചിറപ്പള്ളിയിലും ഉള്ളൂ. നമുക്ക് ഓർഡർ ചെയ്താലും ഫുഡ് കിട്ടാനായിട്ടുള്ള ഓപ്ഷൻ ഇല്ല. ഈ വഴി ഫുഡ് ഭയങ്കര കുറവാണ്. അതിൻ്റെ ഒരു നെഗുണ്ട്. അങ്ങനെ നമ്മുടെ എൻജിൻ ചേഞ്ച് ആയിട്ടുണ്ട്. നമ്മുടെ വണ്ടി ഇപ്പോൾ എടുക്കാറായെന്ന് തോന്നുന്നു. നമ്മൾ അങ്ങോട്ടായിരുന്നു കൊണ്ടിരുന്നത്. ഇനിയിപ്പോൾ നമ്മൾ ഇപ്പുറത്തെ പുറകിലോട്ടാണ് പോകുന്നത്. നമ്മുടെ എൻജിൻ ചേഞ്ച് ആയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ വീണ്ടും തിരുച്ചിറപ്പള്ളിയിൽ നിന്ന് പോവാണ്. നമ്മൾ വന്ന വഴി തന്നെയാട്ടോ തിരിച്ചു പോകുന്നത്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഇതിനകത്ത് ഫുഡ് കൊണ്ടുവന്ന് അങ്ങനെ കണ്ടില്ലായിരുന്നു. പക്ഷേ എനിക്ക് തോന്നുന്നു തിരുച്ചിറപ്പള്ളിയിൽ നിന്ന് കയറിയാണോ എന്നറിയില്ല, വെള്ളവും ഫുഡൊക്കെ കൊണ്ടുപോകുന്നുണ്ടായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ തഞ്ചാവൂർ പോയപ്പോൾ അവിടെ ചെന്നിട്ടാണ് ഫുഡ് കഴിച്ചത്. ഒന്നും കിട്ടുന്നുണ്ടായിരുന്നില്ല. അവിടെ ചെന്നിട്ടെന്ന് പറഞ്ഞാൽ രാവിലെ സത്യം പറഞ്ഞാൽ എന്തോ ഒരു സ്നാക്സ് മാത്രമാണ് കഴിച്ചത്. പൊന്മലയിൽ നിന്ന് പറഞ്ഞ ചെറിയൊരു സ്റ്റേഷൻ. എനിക്ക് സ്റ്റേഷൻ കുഞ്ഞു കൂടാരം വലിയ കുഞ്ഞിതുപോലെ നല്ല രസമില്ലേ? കുറച്ച് സ്ലോ ആയിട്ടായിരുന്നു നമ്മുടെ ട്രെയിൻ ഇപ്പോൾ പൊക്കോണ്ടിരുന്നത്. ഇപ്പം അതിന്റെ വേഗത വീണ്ടും എടുത്തേക്കാണ്. ഇപ്പൊ സമയം 9 മണി, രാവിലെ 9 മണിയാണ് ഞാൻ അയക്കുന്നത്. പക്ഷെ ഇവിടുത്തെ വെയിലുണ്ടോ ഇതേപോലെ ഭയങ്കര ചൂടും. ഗൂഡല്ലൂർ എന്ന് പറഞ്ഞ സ്റ്റേഷനിലെത്തി. അപ്പുറത്തെ സൈഡിലാണ് സ്റ്റേഷൻ. ഇവിടെ ഒരു വണ്ടി ഇട്ടേക്കാണ്. അപ്പോൾ നമ്മളിത് തഞ്ചാവൂർ റെയിൽവേ സ്റ്റേഷൻ അടുക്കാറായിട്ടുണ്ട്. ഉച്ചയ്ക്ക് വരുന്ന വെയില്, ഭയങ്കര വെയില്. അങ്ങനെ നമ്മൾ തഞ്ചാവൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയേക്കാണ്. ഇതാണ് നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ. പക്ഷെ നല്ല വൃത്തിക്കുണ്ട് അല്ലേ? നേരത്തെ നമ്മൾ വന്നപ്പോൾ ഇതിൻ്റെ സ്റ്റേഷൻ്റെ പണി നടക്കുകയായിരുന്നു. അപ്പോൾ സ്റ്റേഷൻ്റെ പണിയെല്ലാം കഴിയാൻ തോന്നുന്നു. നമുക്ക് പുറത്തോട്ട് പോവാം. പ്ലാറ്റ്ഫോം നമ്പർ 1-ലാണ് നമ്മുടെ ട്രെയിൻ വരുന്നത്. അപ്പം വന്നിറങ്ങുന്നതിന് നേരെ നമ്മൾ ഈ അറ്റത്ത് ഇതിൻ്റെ അടുത്തായിട്ടാണ് ക്ലോക്ക് റൂം വരുന്നത്. ക്ലോക്ക് റൂമും അതേപോലെ വാഷ്റൂമും കാര്യങ്ങളൊക്കെ വരുന്നത് 20, 25, 30 രൂപ കണ്ടാണ്. നമുക്ക് ഫ്രഷപ്പ് ആകാൻ പറ്റും, കുളിക്കാൻ പറ്റും, വാഷ്റൂമിൽ പോകാൻ പറ്റും, പല്ലേക്കാൻ എല്ലാ ഫെസിലിറ്റീസും ഉണ്ട്. നമുക്ക് ഇനിയിപ്പോൾ പുറത്തോട്ട് ഇറങ്ങാം. ഇതുവഴിയാണ് ഇറങ്ങുന്നത്. ഓ, ഇവിടെയൊക്കെ അടിപൊളിയാക്കി. നേരത്തെ നമ്മൾ വന്ന പണി നടക്കുകയായിരുന്നു. നമുക്ക് ഓക്കെ. സ്റ്റേഷനിൽ നിന്ന് വെളിയിൽ നോക്കിയാൽ ഒരു അമ്പലത്തിൻ്റെ ഫീലിലാണ് നമ്മുടെ ഈ സ്റ്റേഷൻ പണി വെച്ചേക്കണേ. നോക്കിയേ, ഇതുണ്ടോ? ഒരു തഞ്ചാവൂർ സ്റ്റൈലിൽ തന്നെ പണിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇതാണ് തഞ്ചാവൂർ റെയിൽവേ സ്റ്റേഷൻ. ഓ, എന്തൊരു ചൂട് കണ്ടോ? നല്ല രസമില്ലേ? എന്റെ പൊന്നേ, ചൂട് ഒരു രക്ഷയില്ലാത്ത ചൂട് കേട്ടോ. നമ്മളിപ്പോ ഒരു ഹോട്ടൽ കാശി എന്ന് പറഞ്ഞൊരു ഹോട്ടൽ കണ്ടിട്ടുണ്ടായിരുന്നു. 1550 ആണ് പറയുന്നത്. എത്രത്തോളം അടിപൊളിയാണെന്ന് അറിയില്ല, ചെന്ന് നോക്കിയാലേ അറിയുള്ളൂ. നമ്മളിവിടുന്ന് ഒരു ഓട്ടോ എടുത്തിട്ടുണ്ട്. ആദ്യം 150 ആണ് പറഞ്ഞത്. നമ്മൾ വേണമെന്ന് വേറെ അടുത്ത് ചെന്നപ്പോഴത്തേനും 120 പറഞ്ഞു. വേണ്ടെന്ന് പറഞ്ഞപ്പോഴത്തേനും ആള് എന്നാൽ 100 വരാമെന്ന് ചോദിച്ചു. ആകെ 1 കിലോമീറ്ററേ ഉള്ളൂ. വെയിൽ കാരണം നടക്കാൻ പറ്റുന്നുള്ളൂ, അല്ല ഞാൻ നടന്നിട്ടുള്ളൂ. ഇതാണ് അമ്പലത്തിലോട്ട് പോകുന്ന റൂട്ട്. ആ സ്റ്റേയിൽ നിന്ന് അമ്പലം ഒരു
സോറി 800 മീറ്റർ എന്തോ ആണ് കാണിക്കുന്നത്. അപ്പോൾ നോക്കാം. ആണ് ഹോട്ടല് ഫ്രണ്ടിൽ ജോയി ആലുക്കാസ്. അപ്പോൾ നമ്മൾ റൂം നോക്കി ഇത്തിരി അടിപൊളി എന്ന് പറയാൻ പറ്റില്ല, ജസ്റ്റ് അഡ്ജസ്റ്റബിൾ 1 ഡേക്കല്ലേ വരുന്നത്. ഇവിടെ മന്തിയൊക്കെ കിട്ടുമെന്ന് പറഞ്ഞത് ആണ്. നമ്മുടെ റൂമിലോട്ട് പോകുന്ന വഴി 2nd ഫ്ലോർ ആണേ. നിവർത്തിയില്ലാത്തതുകൊണ്ട് മാത്രമാണ് നമ്മൾ ഈ റൂം എടുത്തത്. AC എന്ന് പറയുന്നു, പക്ഷേ AC ഓൺ ആയതിൻ്റെ യാതൊരു അടയാളങ്ങളും കാണാനില്ല. നോ, ഇറ്റ്സ് നോട്ട് ഓൺ. അടിപൊളിയല്ല. ബട്ട് 1512 വർത്താണോ എന്ന് ചോദിച്ചാൽ അല്ല. അപ്പോൾ ദേ ഒന്ന് ഫ്രഷപ്പായി, കുളിച്ചിട്ടൊന്നുമില്ല. നമ്മുടെ പല്ലൊക്കെ തേച്ചു, ഫേസ് വാഷ് ഉള്ളതുകൊണ്ട് ഫേസ് വാഷ് ചെയ്തു, കയ്യിൽ ഹാൻഡ് വാഷ് ഉള്ളതൊക്കെ ചെയ്തു. ഇനിയിപ്പം സോപ്പൊക്കെ വാങ്ങിയിട്ട് വരണം, എന്നിട്ട് കുളിക്കണം. അതിന് മുമ്പ് പോകുന്നവരൊന്ന് കഴിച്ചിട്ടൂടെ വരാം എന്ന് വിചാരിച്ചു. എൻ്റെ പൊന്നെ, എന്ത് ചൂടത്! നമ്മുടെ അവിടുത്തെ ചൂടൊന്നും ചൂടല്ല കേട്ടോ. അതെ, ഇവിടെ ഒരു ഹോട്ടലുണ്ട്. തഞ്ചാവൂരിൻ്റെ വഴികളിലൂടെ നമ്മൾ ഫുഡ് അന്വേഷിച്ച് നടക്കുകയാണ്. എവിടെ നല്ല ഫുഡ് കിട്ടും എന്നുള്ളത്. നമ്മുടെ ഫ്രണ്ടിൽ തന്നെ ബസ് സ്റ്റാൻഡ് ഉണ്ട് കേട്ടോ. ഇനി എവിടെ നല്ല ഫുഡ് കിട്ടും എന്ന് നോക്കിയുള്ള നടക്കാണ് നമ്മൾ നടക്കുന്നത്. എൻ്റെ മുന്നേ എനിക്ക് ചൂടത്ത് നടക്കാം. അയ്യോ, എന്തേലും ഓർഡർ ചെയ്താൽ മതിയായിരുന്നു. പക്ഷെ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ റേറ്റ് ഭയങ്കരമായിരിക്കും. ഓർഡർ ചെയ്താൽ കിട്ടുമെന്ന് അറിയില്ല. ഓ, എൻ്റെ ദേഹമെല്ലാം പൊള്ളുന്നു, ലിറ്ററലി പൊള്ളുന്നു. എനിക്ക് മുമ്പത്തെ അത്ര അടിപൊളിയായിട്ട് ഫീൽ ചെയ്തില്ല. അടിപൊളിയല്ല, അത്ര മെനയായിട്ട് ഫീൽ ചെയ്തില്ല. തീരെ വൃത്തിയില്ലാത്തൊരു സാധനമല്ല. ഇവിടെ നോക്കാം, ഇവിടെ നിന്ന് കിട്ടുമെന്ന് നോക്കാം. തഞ്ചാവൂരിൽ എപ്പോൾ വന്നാലും ഒടുക്കത്തെ ചൂടാണല്ലോ ഭഗവതി. പക്ഷെ കഴിഞ്ഞ പ്രാവശ്യം മധുരയിൽ പോയപ്പോൾ ഇത്രയും ചൂട് അനുഭവപ്പെട്ടില്ല. പകുതി മുക്കാലും ഭൂമിനകത്തായിരുന്നു വേറെ സത്യം. ഇത് ചൂടോട് ചൂടെന്ന് പറഞ്ഞാൽ ഇമ്മാതിരി ചൂട് പൊള്ളാണ്. ദേഹം മൊത്തം പൊള്ളും, അമ്മാതിരി ചൂട്. ഇപ്പോഴത്തെ ഇവിടുത്തെ ചൂട് കാണണോ? ഇതാണ് ഇവിടുത്തെ അവസ്ഥ. വിശപ്പിന്റെ വെളി കാരണം ഞാൻ വീഡിയോ എടുക്കാൻ മറന്നുപോയി. ഒരു ദോശ ഒരു കാപ്പിയാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ദോശയ്ക്ക് 3 തരം ചട്നി ഉണ്ട്. വെള്ള ചട്നി, ചുമല ചട്നി, സാധനം. ഞാൻ നോർമൽ ഗീ റോസ്റ്റ് അല്ല പറഞ്ഞ, പ്ലെയിൻ റോസ്റ്റാ പറഞ്ഞ. സാമ്പാർ വലിയ സുഖമില്ല, പക്ഷെ കൊള്ളാം. ഗൈസ്, ഒരു ദോശയ്ക്ക് 80 രൂപ. ഓക്കെ, റോസ്റ്റ്. ഒരു കാപ്പിക്ക് 35 രൂപ. ദോശ കഴിച്ചത് കുറച്ച് റേറ്റ് കുറവായിരിക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ട് കഴിച്ചു. പക്ഷെ കാപ്പി കൊണ്ട് 35 രൂപയ്ക്ക് തരും എന്ന് ഞാൻ വിചാരിച്ചില്ല. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഡേ ഓഫ് തഞ്ചാവൂർ ഇതായിരുന്നു. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇനി അങ്ങോട്ട് തഞ്ചാവൂർ അല്ലെങ്കിൽ കുംഭകോണം ആ സീരീസ് ഉണ്ടാവുന്നതായിരിക്കും. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ടാറ്റാ.